നമസ്കാരം, എല്ലാവരും സേഫായി സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ബർഗർ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബർഗർ ബൺസും പാറ്റീസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആദ്യം ബർഗർ ബൺസ് ഉണ്ടാക്കണം. അതിനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മൈദ 3.5 കപ്പ്, മുട്ട വേണം 1, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ബട്ടർ 2 ടേബിൾ സ്പൂൺ, പാൽപ്പൊടി വേണം 2 ടേബിൾ സ്പൂൺ, ഈസ്റ്റ് വേണം 1 ടേബിൾ സ്പൂൺ, ഇളം ചൂടുള്ള വെള്ളം വേണം 1/4 കപ്പ്. ഈസ്റ്റ് പൊങ്ങാനായി വെക്കാനാണ്. അതിനൊപ്പം തന്നെ 1/4 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം. അതിനായി ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും ചേർത്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നന്നായി പൊങ്ങി വരണം. വെള്ളത്തിൻ്റെ ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. ഇതുപോലെ വന്നാൽ മാത്രമാണ് നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ബട്ടർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഈ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര, ഉപ്പ്, പാൽപ്പൊടി, മുട്ട എല്ലാം ചേർത്ത ശേഷം മാവ് കുറേശ്ശെയായി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതുപോലെ കുഴച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ആദ്യമൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. നന്നായി കുഴച്ച് വരുമ്പോൾ ഇത് കയ്യിലൊട്ടാത്ത പരുവത്തിൽ കിട്ടും. അതുവരെ നമ്മൾ നന്നായി കുഴച്ചെടുക്കണം. 2 മണിക്കൂർ ഇതൊന്ന് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് തുറന്ന് നമുക്ക് ഇതൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ്. ഇനി നമുക്കിത് ഈക്വൽ സൈസിലുള്ള ബോൾസ് ആക്കി വെക്കണം. അതിന് മുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബോൾസ് ആക്കി 1 മണിക്കൂർ കവർ ചെയ്ത് വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം ബോൾസൊക്കെ കുറച്ചുകൂടി പൊങ്ങി വന്നിട്ടുണ്ടാവും. ആ സമയം നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതിന് മുകളിലായി പാലും മുട്ടയും കൂടിയുള്ള ഒരു മിക്സ്ചറാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുട്ടയില്ലെങ്കിലും കുഴപ്പമില്ല, പാല് മാത്രമായിട്ടാണെങ്കിലും മതിയാവും. അതിന് മേലെയായി നമുക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 190 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ 12 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബൺസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ചൂടോടെ തന്നെ നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ബൺസൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള പാറ്റീസ് റെഡിയാക്കാം. അതിനായി ബോൺലെസ് ചിക്കൻ വേണം 250 ഗ്രാം, ചെറിയ ഉള്ളി 8 എണ്ണം, വെളുത്തുള്ളി 2, റെഡ് ചില്ലി 1-2 എടുക്കാം. ബ്രെഡ് 2 സ്ലൈസാണ് എടുത്തിരിക്കുന്നത്, ഒരു മുട്ട, ബട്ടർ 2 ടീസ്പൂൺ, പാൽ വേണം 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ സോൾട്ട്. ആദ്യം നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുക. അതിനുശേഷം ഉള്ളി, വെളുത്തുള്ളി, മുളക് ചതച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം. ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ അല്പം കൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇനി കയ്യിൽ ഓയിലോ ബട്ടറോ തടവിയ ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക. നമ്മുടെ ബണ്ണിൻ്റെ സൈസ് അനുസരിച്ച് ഉള്ള പാറ്റീസ് ഉണ്ടാക്കാം.
ഇനി ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ പാറ്റീസൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഓരോ പാറ്റീസായി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മൾ അരച്ചെടുത്തുള്ള ചിക്കനാണ്. ഇതുപോലെ റെഡിയാക്കി എടുക്കാം. കുക്കായി കഴിയുമ്പോൾ പാറ്റീസിൻ്റെ വലിപ്പം ചുരുങ്ങി വരും. അതനുസരിച്ച് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇപ്പോൾ പാറ്റീസൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അതിനായി 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ ശേഷം നീളത്തിൽ കട്ട് ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഈ സ്റ്റാർച്ചൊക്കെ പോയാൽ മാത്രമാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ക്രിസ്പിയായി വരുള്ളൂ. അതിനുശേഷം നന്നായി വെള്ളം തിളപ്പിച്ച് 5 മിനിറ്റ് വെള്ളത്തിൽ ബോയിൽ ചെയ്യുക. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെന്ത് പോകരുത്. 5 മിനിറ്റ് മാത്രം തിളപ്പിക്കുക. അതിനുശേഷം വാർത്ത് വയ്ക്കാം. നനവുണ്ടെങ്കിൽ തുടച്ചെടുക്കാം. അതിനുശേഷം ഓയിൽ നന്നായി ചൂടാക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഹൈ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ഹോട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നിറം മാറിപ്പോവാതെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയി കഴിഞ്ഞു. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുമാണ് കിട്ടുക. ഇനി നമുക്ക് ബർഗർ റെഡിയാക്കാം. അതിനായി ബൺസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിലേക്ക് ടൊമാറ്റോ സോസും മറ്റേ സൈഡിലേക്ക് ആവശ്യമുള്ളവർക്ക് മയണൈസും ഇതുപോലെ തേച്ച് കൊടുക്കാം. അതിന് മുകളിലായി ബർഗർ പാറ്റീസ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണ്. മുകളിലായി ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ലെറ്റ്യൂസിന് പകരം ക്യാബേജ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് മുകളിലായി തിൻ സ്ലൈസസായി കട്ട് ചെയ്ത ടൊമാറ്റോ, അതിന് മുകളിലായി ബണ്ണും വെച്ച് ബർഗർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബർഗറൊക്കെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയുമാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ എല്ലാവരും സേഫായി സന്തോഷമായിരിക്കുക. താങ്ക് യു.